ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ BSc നഴ്സിംഗ് നമ്മുടെ LBS 2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ലാസ്റ്റിലോട്ട് ഒരിക്കലും വെക്കരുത്. അപ്പോൾ നമുക്ക് ഓരോരോ കോഴ്സുകൾ എല്ലാ കോഴ്സും ഏകദേശം 19ഓളം കോഴ്സസ് ഉണ്ട്. ആ 19ഓളം കോഴ്സസും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് വൈസായിട്ട് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്, അതായത് കോളേജസുകൾ വരുന്നുണ്ട്, ആ സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ എത്രയാണ്, അവരുടെ കോൺടാക്റ്റ് നമ്പർ അടക്കം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് BSc നഴ്സിംഗ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, ഇതാണ് മെറിറ്റ് സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ എണ്ണം കൊടുത്തിട്ടുണ്ടാവും. ഇത് അവരുടെ കോൺടാക്റ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളേജായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം അതെല്ലാം ഗവൺമെൻറ് കോളേജസുകളാണ് ഇത്രയും കാണിച്ചിട്ടുള്ളത്. ഇനി അണ്ടർ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. BSc നഴ്സിംഗ് സിമറ്റ് കോളേജുകൾ കേരളത്തിലുള്ളതാണ്. CPASൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസുകൾ, മെറിറ്റ് സീറ്റുകളുടെ എണ്ണം, മാനേജ്മെൻറ്റ് സീറ്റുകളുടെ എണ്ണം എല്ലാം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. CAPEയുടെ അണ്ടറിൽ വരുന്ന കോളേജസുകൾ, BSc നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഡിസ്ട്രിക്റ്റ് വൈസാണ്. ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള പ്രൈവറ്റ് കോളേജസുകളാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസുകൾ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസുകളാണ് അടുത്തത്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് വൈസ് തന്നെ നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് പഠിക്കാൻ താല്പര്യമുള്ളതെല്ലാം അവിടെ ഏതൊക്കെ കോളേജുകളാണ് വരുന്നതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടില്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആകുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആകെ കുറച്ച് വരുന്നുള്ളൂ. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഇടുക്കിയിലും ആകെ കുറച്ച് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളാണ് വരുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കോളേജസുകൾ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട്, വയനാട് ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ കുറിച്ചായിരിക്കും ഞങ്ങൾക്ക് ഏറെ ഡൗട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇത്രയാണ് BSc നഴ്സിംഗ് ഡിസ്ട്രിക്റ്റ് വൈസ് കോളേജസുകൾ. ഇനി നമുക്ക് അലൈഡ് ആയിട്ടുള്ള
ഹെൽത്ത് അലൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ നോക്കാം. എല്ലാ കോഴ്സുകളുടെ കോളേജുകളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് BSc അനസ്തീഷ്യ ടെക്നോളജിയാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് നിങ്ങളൊന്ന് നോക്കുക. BSc മെഡിക്കൽ ബയോ കെമിസ്ട്രി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. BCVT ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത്. താഴെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസുകൾ വരുന്നുണ്ട്. BSc ഡയാലിസിസ് ടെക്നോളജി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സീറ്റുകളുടെ വളരെ കുറവാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൽ തന്നെ NRI കോട്ടകൾ വരുന്നുണ്ടെങ്കിൽ അവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതായത് BSc MLT നല്ലൊരു കോഴ്സ് തന്നെയാണ്. ഇതിനു മുമ്പ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ കോഴ്സിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകെ കോഴിക്കോടാണ് വരുന്നത്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു കോളേജും. ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. BSc ഒപ്റ്റോമെട്രി 2 ഗവൺമെൻറ് കോളേജസ്, ദെൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി BOT പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. KMCT നല്ലൊരു കോളേജ് തന്നെയാണ് കോഴിക്കോടുള്ളത്. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് വരുന്നത്. BSc പെർഫ്യൂഷൻ ടെക്നോളജിയെ കുറിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഗവൺമെൻറ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വരുന്നത്. ദെൻ ആഫ്റ്റർ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. BSc റെസ്പിറേഷൻ ടെക്നോളജി. ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. ബാച്ചിലർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് വരുന്നത്. സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ്സ് ഫോർ നോമിനീസ് ആൻഡ് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറീസ് ആണ് BSc MLTയുടെ ഒപ്റ്റോമെട്രി കോഴ്സിൻ്റെ ആണത്. റിസർവേഷൻ സീറ്റുകളുടെ എണ്ണമാണ് അവർ കൊടുത്തിട്ടുള്ളത്, ഇവിടെ മനസ്സിലാവും. അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് വൈസ് ഏതൊക്കെ കോളേജുകളാണ് വരുന്നതെന്ന് ഈ വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.